ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ഫ്രേസസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ടു മീ ആൻഡ് ഫോർ മീ. ടു മീ ആൻഡ് ഫോർ മീ എന്നത് ഉപയോഗിക്കുമ്പോൾ എവിടെയാണത് ഉപയോഗിക്കേണ്ടത്, ഇനി അത് മാറി മാറി ഉപയോഗിക്കാൻ പറ്റുമോ, രണ്ട് ഫ്രേസസിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണോ എന്നൊക്കെയാണ് പലർക്കും സംശയം. ആ സംശയങ്ങളൊക്കെ ഇന്ന് മാറ്റാം. ടു മീ ആൻഡ് ഫോർ മീ എവിടെ ഉപയോഗിക്കും, എങ്ങനെ ഉപയോഗിക്കും, എങ്ങനെയുള്ള സെൻറ്റൻസുകളിലാണ് അത് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ മീനിങ് വരുന്നത്, എല്ലാം നമുക്ക് ഇന്ന് പഠിക്കാം. ടു മീ ആൻഡ് ഫോർ മീ ഇത് രണ്ടും ഫ്രേസസ് ആണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അത് പ്രെപ്പോസിഷണൽ ഫ്രേസസ് ആണ്. ആദ്യം നമുക്ക് ടു മീ നോക്കാം. ഇൻഡിക്കേറ്റിംഗ് ഡയറക്ഷൻ ഓർ റെസിപ്പിയൻ്റ്. ഇപ്പോൾ എനിക്ക് അവൾ ഒരു പേന തന്നു, അവൻ എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നു, എനിക്ക് അവൾ എന്നോട് ഒരു രഹസ്യം പറഞ്ഞു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ അവിടെ റെസിപ്പിയൻ്റാണ്, എനിക്ക്, എന്നോട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് ടു മീ ഉപയോഗിക്കാം. അവൾ എനിക്ക് ഒരു ബുക്ക് തന്നു. ഷീ ഗേവ് എ ബുക്ക് ടു മീ. അവൾ എനിക്ക് ഒരു ബുക്ക് തന്നു. ഇനി ദ ഗിഫ്റ്റ് വാസ് ഗിവൺ ടു മീ ബൈ മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നു എന്നാണ് ഇവിടെ മീനിങ്. അവിടെ റെസിപ്പിയൻ്റ്, അത് കിട്ടുന്ന ആൾ, അത് റിസീവ് ചെയ്യുന്ന ആൾ ഞാനാണ്. ദ ഗിഫ്റ്റ് വാസ് ഗിവൺ ടു മീ ബൈ മൈ ഫ്രണ്ട്. അവിടെ ടു മീ ആണ് ഉപയോഗിക്കേണ്ടത്. ഷീ വിസ്പേർഡ് എ സീക്രട്ട് ടു മീ. ഷീ വിസ്പേർഡ്, അവൾ എന്നോട് വിസ്പർ ചെയ്തു, സ്വകാര്യം പറഞ്ഞു. എന്താണ്? ഷീ വിസ്പേർഡ് ടു മീ എ സീക്രറ്റ്, ഒരു രഹസ്യം. ടു മീ ആണ് അവിടെ ഉപയോഗിച്ചത്. ഇനി ഫോർ മീ ഉപയോഗിക്കുന്നത് പർപ്പസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്, ഇൻഡിക്കേറ്റിംഗ് പർപ്പസ് ഓർ ബെനിഫിറ്റ്. ഇപ്പോൾ ദ കോഫി ഈസ് ഫോർ മീ എന്ന് പറഞ്ഞാൽ ആ കോഫി എനിക്കാണ്, ഫോർ മീ. ആ കോഫിയുടെ ബെനിഫിറ്റ് എനിക്കാണ് കിട്ടുന്നത്. ദ കോഫി ഈസ് ഫോർ മീ, ആ കോഫി എനിക്കാണ്, എനിക്ക് വേണ്ടിയാണ്. അവിടെ ബെനിഫിറ്റാണ്. ഷീ ഡിഡ് ഇറ്റ് ഫോർ മീ എന്ന് പറഞ്ഞാൽ അവൾ അത് ചെയ്തത് എനിക്ക് വേണ്ടിയാണ്. ഷീ ഡിഡ് ഇറ്റ് ഫോർ മീ, അവിടെയും ബെനിഫിറ്റ് കിട്ടുന്നത് എനിക്കാണ്, അവിടെ ഫോർ മീ. ഇനി ടു മീ ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മുടെ പേഴ്സണൽ അഭിപ്രായം, നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ ഒരു റിയാക്ഷൻ, അതിനൊക്കെ നമുക്ക് ടു മീ ഉപയോഗിക്കാം. To express a personal opinion, perspective or reaction. To me, this color doesn't suit you. To me, this color doesn't suit you. To me എന്ന് പറയുമ്പോൾ ഈ കളർ യോജിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. മറ്റൊരാൾക്ക് അത് വേണമെങ്കിൽ നിനക്കത് നന്നായിട്ട് യോജിക്കുന്നു എന്നാവും തോന്നുന്നത്. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണ്. ടു മീ ദിസ് കളർ ഡസൻറ്റ് സ്യൂട്ട് യു. ഈ കളർ നിനക്ക് യോജിക്കുന്നില്ല. അപ്പോൾ അവിടെ ടു മീ, അതിൻ്റെ മീനിങ് എന്താ? ഐ ഡോണ്ട് തിങ്ക് ദിസ് കളർ സ്യൂട്ട്സ് യു. ഈ കളർ നിനക്ക് യോജിക്കുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് രണ്ടും സെയിം മീനിങ് തന്നെയാണ്. ഐ ഡോണ്ട് തിങ്ക് ദിസ് കളർ സ്യൂട്ട്സ് യു. അതല്ലെങ്കിൽ ഐ തിങ്ക് ദിസ് കളർ ഡസൻറ്റ് സ്യൂട്ട് യു. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ മീനിങ്. അവിടെ നമുക്ക് ഈ ഐ ഡോണ്ട് തിങ്ക് അല്ലെങ്കിൽ ഐ തിങ്ക് എന്നതിനൊക്കെ പകരം നമുക്ക് ഇതുപോലെ ടു മീ എന്ന് ഉപയോഗിച്ചുകൊണ്ട് പറയാം. നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത്, പേഴ്സണൽ ഒപ്പീനിയൻ. ദാറ്റ് മൂവി സീംഡ് ബോറിംഗ് ടു മീ. ആ മൂവി ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ദാറ്റ് മൂവി സീംഡ് ബോറിംഗ് ടു മീ, അത് ടു മീ ആണ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മൂവി ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. ടു മീ ദാറ്റ് മൂവി സീംഡ് ബോറിംഗ്. പിന്നെ ടു മീ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബിഗിനിങ്ങിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ എൻഡിലും ഉപയോഗിക്കാം. ടു മീ ദാറ്റ് മൂവി സീംഡ് ബോറിംഗ് അങ്ങനെ പറയാം. അതല്ലെങ്കിൽ ദാറ്റ് മൂവി സീംഡ് ബോറിംഗ് ടു മീ അങ്ങനെയും പറയാം. രണ്ടും സെയിം മീനിങ് തന്നെ. ടു മീ ഓണസ്റ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഇൻ എ ഫ്രണ്ട്. ഒരു ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി ഓണസ്റ്റിയാണ്, സത്യസന്ധതയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ടു മീ. വേറെ ആളുകൾക്ക് ചിലപ്പോൾ വേറെ തരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കാം, പക്ഷേ ടു മീ, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുന്നതാണ്. ടു മീ ഓണസ്റ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഇൻ എ ഫ്രണ്ട്. ടു മീ ട്രാവലിംഗ് ഈസ് എ ഗ്രേറ്റ് വേ
ടു ലേൺ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. പല ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനെ പറ്റി പഠിക്കുന്നതിന് ട്രാവലിംഗ് വളരെ നല്ല ഒരു കാര്യമാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് വേ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ടു മീ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് അതായിരിക്കില്ല അഭിപ്രായം. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണ്. ടു മീ ട്രാവലിംഗ് ഈസ് എ ഗ്രേറ്റ് വേ ടു ലേൺ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അവിടെ നമ്മളൊരു പേഴ്സണൽ ബിലീഫ് ആണ് പറയുന്നത്. ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ മൂവി വാസ് ദ എൻഡിങ് ടു മീ. ആ മൂവിയുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ എൻഡിങ് ആണ് എന്നും എൻ്റെ അഭിപ്രായം. എനിക്ക് അങ്ങനെ തോന്നുന്നു, അത് ഞാൻ പറയുന്നു. അതാണ്. പിന്നെ നമ്മുടെ ഒരു പേഴ്സണൽ ഫീലിംഗ് പറയാനും നമുക്ക് ഈ ടു മീ ഉപയോഗിക്കാം. യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. നീ എനിക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നീ എനിക്ക്. യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. അത് നമ്മുടെ ഒരു പേഴ്സണൽ ഫീലിംഗ് ആണ് നമ്മൾ പറയുന്നത്. ഹീ ഈസ് ലൈക്ക് എ ബ്രദർ ടു മീ. അവൻ എനിക്കൊരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ്. അത് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് ആണ് അവിടെ. യു ആർ എവറിത്തിങ് ടു മീ. നിങ്ങൾ എനിക്ക് എല്ലാമാണ്. ഇതൊക്കെ ഒരു പേഴ്സണൽ ഫീലിംഗ് ആണ്, ഒരു ഇമോഷണൽ കണക്ഷനാണ് അവിടെ പറയുന്നത്. അതേസമയം ഫോർ മീ ആവുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് പറയാൻ ഉപയോഗിക്കാം, ഒരു റെലവൻസ്, ഒരു സ്യൂട്ടബിലിറ്റി ഒക്കെ പറയാൻ ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ, ദിസ് ജോബ് ഈസ് പെർഫെക്റ്റ് ഫോർ മീ. ഈ ജോബ് എനിക്ക് പെർഫെക്റ്റ് ആണ്. ദിസ് ജോബ് ഈസ് പെർഫെക്റ്റ് ഫോർ മീ. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അത് എനിക്ക് വളരെ പെർഫെക്റ്റ് ആണ് എന്നാണ്. എനിക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണത് എന്നാണ് അവിടെ മീനിങ്. അവിടെ സ്യൂട്ടബിലിറ്റിയാണ്. ഇപ്പോൾ ഒരു ജോലി എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ എനിക്ക് ചിലപ്പോൾ ആ ജോലിക്ക് പോകാൻ വളരെ ട്രാവലിംഗ് ഒക്കെ വളരെ കുറവാണ്. ടൈമിംഗ് ഒക്കെ എനിക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ടൈമിംഗ് ആണ്. എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടി ആ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എനിക്ക് നല്ല ഒരു ജോലിയാണത്. ദിസ് ജോബ് ഈസ് പെർഫെക്റ്റ് ഫോർ മീ. അത് വേറെ ആൾക്ക് അത്രയ്ക്ക് സ്യൂട്ടബിൾ ആവണം എന്നില്ല. അപ്പോൾ അവിടെ ഫോർ മീ, ദിസ് ജോബ് ഈസ് പെർഫെക്റ്റ് ഫോർ മീ. ഇനി ദിസ് ജോബ് ഈസ് പെർഫെക്റ്റ് ടു മീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിഫറൻ്റായി. ദിസ് ജോബ് ഈസ് പെർഫെക്റ്റ് ഫോർ മീ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ജോലി നല്ലതാണ് എന്നാണ്. എനിക്ക് ആ ജോലി കിട്ടുകയാണെങ്കിൽ എനിക്ക് നല്ലതാണ് എന്നാണ്. അതേസമയം ദിസ് ജോബ് ഈസ് പെർഫെക്റ്റ് ടു മീ എന്ന് പറഞ്ഞാൽ വേറെ ആളുകൾക്ക് ജോലി കിട്ടുന്ന കാര്യത്തിലാവാം, വേറൊരു ജോലിയെ പറ്റിയാവാം പറയുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ആ ജോലി നല്ലതാണ് എന്നാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ആ ജോലി പെർഫെക്റ്റ് ആണ് എന്നാണ്. അത് എനിക്ക് വേണ്ടി ആ ജോലി ചെയ്യുന്നതിനല്ല, എനിക്ക് വേണ്ടി അല്ല, പക്ഷേ വേറൊരാളുടെ കാര്യത്തിലായാലും ടു മീ ദാറ്റ് ജോബ് ഈസ് പെർഫെക്റ്റ് എന്നാണ്. ഐ തിങ്ക് എന്നാണ് അവിടെ മീനിങ് ടു മീ ഉപയോഗിക്കുമ്പോൾ. ദാറ്റ് ബുക്ക് ഈസ് നോട്ട് പെർഫെക്റ്റ് ഫോർ മീ, ഇറ്റ്സ് ടു അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞാൽ ആ ബുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലുള്ളതാണ്, എനിക്ക് അത് പറ്റില്ല എന്നാണ്. ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മീ, ഇറ്റ്സ് ടു അഡ്വാൻസ്ഡ്. നോക്കൂ ഫോർ മീ ആണ് അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ എനിക്ക് വായിക്കാനാണെങ്കിൽ അത് അത്രയ്ക്ക് നല്ലതല്ല, കാരണം അത് അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരു ബുക്കാണ്. ദ മോർണിംഗ് ഷിഫ്റ്റ് ഈസ് ബെറ്റർ ഫോർ മീ. ദ മോർണിംഗ് ഷിഫ്റ്റ് ഈസ് ബെറ്റർ ഫോർ മീ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഷിഫ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാണെങ്കിൽ അത് നല്ലതാണ്. എനിക്ക് വേണ്ടി ആ ഒരു മോർണിംഗ് ഷിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് എന്നാണ്. ദ മോർണിംഗ് ഷിഫ്റ്റ് ഈസ് ബെറ്റർ ഫോർ മീ. എനിക്ക് ബെറ്റർ അതാണ്. എനിക്ക് മോർണിംഗ് ഷിഫ്റ്റിൽ ജോലി ചെയ്യാനാണ് കൂടുതൽ സൗകര്യം, കൂടുതൽ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതാണ് എന്നാണ്. അവിടെ ഫോർ മീ ആണ് ഉപയോഗിച്ചത്. അതേസമയം ടു മീ ദ മോർണിംഗ് ഷിഫ്റ്റ് ഈസ് ബെറ്റർ എന്ന് പറഞ്ഞാലോ, ഒരു ജനറലായിട്ടുള്ളൊരു അഭിപ്രായം പറയണം. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും ഒരു മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞത് നല്ലതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടു മീ ഉപയോഗിക്കുമ്പോഴും ഫോർ മീ ഉപയോഗിക്കുമ്പോഴും ഡിഫറൻസ് ഉണ്ട്. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഉപയോഗിക്കണം, അതല്ലെങ്കിൽ അത് മീനിങ് ഡിഫറൻ്റ് ആവും. ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കാൻ പാടില്ല എന്നും മനസ്സിലായല്ലോ.